കൊല്ലം പൂയപ്പള്ളി തുഷാര കൊലക്കേസിൽ ഭർത്താവ് ചന്തുലാലിനും ഭർത്തൃമാതാവിനും ജീവപര്യന്തം തടവും 1,00,000 രൂപ വീതം പിഴയും. കൊല്ലം അഡീഷണൽ ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. സമാനതകളില്ലാത്ത ക്രൂരതയാണ് എന്ന് കോടതി കണ്ടെത്തി. സ്ത്രീധനത്തിന്റെ പേരിൽ പട്ടിണിക്കിട്ട തുഷാര 2019 മാർച്ച് 21 കൊല്ലപ്പെട്ടത്. കേരള മനസ്സാക്ഷി ഞെട്ടിച്ച രാജ്യത്തിലെ തന്നെ ആദ്യ പട്ടിണിക്കൊലപാതകമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടിയ കേസിലാണ് പ്രതികൾക്ക് ജീവപര്യന്തം തടവും 1,00,000 രൂപ വീതം പിഴയും കോടതി വിധിച്ചിരിക്കുന്നത്. കൊല്ലപ്പെട്ട കരുനാഗപ്പള്ളി സ്വദേശി തുഷാരയുടെ ഭർത്താവ് ചന്തുലാലും ഭർത്തൃമാതാവ് ഗീതാലാലുമാണ് കേസിലെ 1ഉം 2ഉം പ്രതികൾ. മൂന്നാം പ്രതിയായിട്ടുള്ള ചന്തുലാലിന്റെ അച്ഛൻ ലാലിനെ 1.5 വർഷം മുൻപ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. സ്ത്രീധനത്തിന്റെ പേരിലാണ് 28-കാരിയായ തുഷാരയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയത്. ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം അത് സ്ത്രീധന പീഡന മരണവും കൂടി ഉൾപ്പെടുന്നതാണ്. 304B കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ സ്ത്രീധനത്തിന് വേണ്ടിയുള്ള ഒരു എഗ്രിമെൻ്റ് വരെ ഇതിനകത്ത് ഇവരെ വീട്ടുകാർ എഗ്രിമെൻ്റ് എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ആ കുറ്റത്തെ തെളിയിക്കുന്നതിനുള്ള വലിയ ഒരു സഹായം ആയിട്ടുണ്ട്. അതുതന്നെ ഇങ്ങനെയുള്ള കേസുകളിൽ, അതായത് സ്ത്രീകളെ പീഡിപ്പിക്കുകയും അവരുടെ സ്ത്രീധനത്തിന് വേണ്ടി അവരെ മറ്റു രീതിയിലുള്ള കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഇത് ഒരു സമൂഹത്തിന് തന്നെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു വീക്ഷണം കൊടുക്കുന്നുണ്ട്. സംഭവം ആസൂത്രിതമായ കൊലപാതകമാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചാണ് കൊലപാതകം നടപ്പിലാക്കിയത്. ദിവസങ്ങളോളം തുഷാര നരകയാതന അനുഭവിച്ചതായി കണ്ടെത്തിയ പ്രോസിക്യൂഷൻ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും സമൂഹത്തിന് സന്ദേശം നൽകുന്നതാകണം വിധിയെന്നും കോടതിയോട് ആവശ്യപ്പെട്ടു. രാജ്യത്തിലെ ജുഡീഷ്യറിയെ പോലും ഞെട്ടിപ്പിക്കുന്ന കൊലപാതകമാണ് അരങ്ങേറിയതെന്നാണ് വിചാരണവേളയിൽ കോടതി കണ്ടെത്തിയത്. പട്ടിണി കിട്ടില്ലെന്നും തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും വാദിച്ച പ്രതികൾക്ക് മുന്നിൽ ശാസ്ത്രീയ തെളിവുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സാക്ഷിമൊഴികളും ഉൾപ്പെടെ ഹാജരാക്കി തുഷാര മരണപ്പെട്ടത് പട്ടിണി കിടന്ന് തന്നെയെന്ന് പ്രോസിക്യൂഷൻ തെളിയിച്ചു. ബഹുമാനപ്പെട്ട കോടതിയോട് രണ്ടാം പ്രതി ഇങ്ങനെ കുറെ കാര്യങ്ങൾ അപേക്ഷിച്ചപ്പം ഇതുപോലെ ഒരു അപേക്ഷ ആവശ്യമായിരുന്ന സന്ദർഭം തുഷാര എന്ന് പറഞ്ഞ 28 വയസ്സുള്ള കുട്ടിക്കുണ്ടായിരുന്നു. അത് നിഷേധിക്കപ്പെട്ടവരാണ് ഈ അപേക്ഷയുമായി ഇപ്പൊ കോടതിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്കൊരു ലീനിയൻസി ഈ അവസരത്തിൽ ആവശ്യമില്ല എന്നായിരുന്നു പ്രോസിക്യൂഷൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. 2013 തുഷാരയുടെയും ചന്തുലാലിന്റെയും വിവാഹം നടന്നത്. സ്ത്രീധനത്തിന്റെ പേരിൽ 3-ാം മാസം മുതൽ തുഷാരയെ ഭർത്താവും അമ്മയും ചേർന്ന് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നു. പഞ്ചസാര വെള്ളവും കുതിർന്ന അരിയും മാത്രമാണ് തുഷാരയ്ക്ക് നൽകിയിരുന്നത്. മരിക്കുമ്പോൾ 21 കിലോഗ്രാം മാത്രം ഭാരമാണ് തുഷാരയ്ക്കുണ്ടായിരുന്നത്. ആമാശയത്തിൽ ഭക്ഷണത്തിന്റെ ഒരംശവുമില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ട്. തൊലി എല്ലിനോട് ചേർന്ന് മാംസമില്ലാത്ത നിലയിലായിരുന്നു. വയറൊട്ടി വാരിയില തെളിഞ്ഞ് നട്ടലിനോട് ചേർന്നിരുന്നു. ശാസ്ത്രീയ തെളിവുകൾക്കപ്പുറം കേസിൽ നിർണായകമായത് തുഷാരയുടെ 3.5 വയസ്സുള്ള കുട്ടിയുടെ മൊഴിയായിരുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.